UDF കേരളത്തിൽ വലിയ വിജയം നേടുമ്പോൾ മുസ്ലിം ലീഗിന് ഒരു ഇരട്ടി സന്തോഷമുണ്ട്. ആ ഇരട്ടി സന്തോഷം എന്ന് പറയുന്നത് ഇത്തവണ ഒരു വനിതാ MLA കൂടെ മുസ്ലിം ലീഗിൽ നിന്നുണ്ട്. അഡ്വക്കേറ്റ് ഫാത്തിമ തഹ്ലിയ പേരാമ്പ്രയിൽ നിന്ന് ആ സന്തോഷം പാണക്കാടെത്തി അറിയിക്കാനും തങ്ങളെ കാണാനും ഒക്കെ വേണ്ടി വന്നതാണ്. ഫാത്തിമ തഹ്ലിയ മാത്രമല്ല, മറ്റു MLA മാരൊക്കെ ഇത് രാവിലെ മുതൽ ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണ് പറയാനുള്ളത്? എന്നോടാണോ ആദ്യം ചോദിക്കുന്നത്? താങ്കൾ ഇവിടെ ഉണ്ടല്ലോ. അല്ല, വലിയ സന്തോഷമുണ്ട്. ഒരു പേരാമ്പ്രയിലേക്ക് പാർട്ടി പറഞ്ഞയക്കുമ്പം അത് വളരെ ഭംഗിയായിട്ട് ഉത്തരവാദിത്തബോധത്തോടെ ചെയ്യണം എന്നുള്ളതായിരുന്നു മനസ്സിലുണ്ടായിരുന്നത്. അങ്ങനെ ഒരു പ്രയത്നം നടത്തി വിജയിച്ചു. ഇപ്പം അങ്ങോട്ട് പറഞ്ഞയച്ച നേതൃത്വത്തിന്റെ അടുത്തേക്ക് തന്നെ വന്നിരിക്കുകയാണ്. ഭാഗം കൂടിയായി. അതെ, അങ്ങനെ ഒരു ഭാഗ്യം ലഭിച്ചു. 100% ഞാൻ കടപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തിയാണ് പാർട്ടിയോടും നേതൃത്വത്തോടും. അത് വലിയ നീതിബോധത്തോടെ തന്നെ നിർവഹിക്കാനുള്ള ശ്രമം നടത്തും. ഈ പേരാമ്പ്രയിലേക്ക് അയച്ചത് LDF കൺവീനറോട് മുട്ടാൻ വേണ്ടിയിട്ടായിരുന്നു? അങ്ങനെയില്ല, അവിടെ ലീഗിനൊരു വനിതാ MLA വേണം എന്നുള്ള ദൃഢനിശ്ചയത്തോടെയാണ് അയച്ചത്. ഏറ്റുമുട്ടുന്ന ആരും ഞങ്ങൾ നോക്കിയിട്ടില്ല. അവിടെ ഇവർ ജയിക്കും എന്ന പരിപൂർണ ഉറപ്പ് നമുക്കുണ്ടായിരുന്നു. നേരത്തെ തന്നെ ആ കണക്കുകളൊക്കെ കൂട്ടി ജയിക്കുമെന്ന് ഉറപ്പിച്ചിരുന്നു? തീർച്ചയായിട്ടും. അവിടുത്തെ പൾസൊക്കെ എടുത്തതിന് ശേഷമാണ് അങ്ങനെ ഒരാളെ അവിടത്തേക്ക് വെച്ചത്. അല്ലെങ്കിൽ കുന്നമംഗലത്ത് തന്നെ വെച്ചാൽ മതിയായിരുന്നല്ലോ. ഇതിപ്പോ ഒരു ചരിത്രം കൂടിയാണല്ലോ. ഇനിയും തെരഞ്ഞെടുപ്പുകൾ ഉണ്ടാവും. ആ തെരഞ്ഞെടുപ്പിലേക്കുള്ള ഒരു ഊർജ്ജം കൂടിയാണ് ഇത് വനിതകൾക്കല്ലേ? മുസ്ലിം ലീഗ് നേരത്തെയും വനിതകളെ മത്സരിപ്പിച്ചിട്ടുണ്ട്, പക്ഷെ അവർക്ക് വിജയിക്കാൻ കഴിഞ്ഞില്ല. അതേസമയം സലിയ വിജയിച്ചു, MLA ആയി. മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ചരിത്രത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. കൗതുകമുള്ള ചോദ്യം കൂടെ ഉണ്ട്, നിർത്തി തന്നെ ചോദിക്കണം. ഒരു വനിതാ മന്ത്രി പ്രതീക്ഷിക്കാവോ? ആകെ നമുക്ക് 3-4 മന്ത്രിമാരാണ് കിട്ടുക. അത് പിന്നെ അവരെ തെറ്റിക്കേണ്ടി വരും. അതാണ് ഒരു വലിയ സന്തോഷമുണ്ട്. പാണക്കാട്ടേക്ക് ഓരോരുത്തരായി എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് ഫാത്തിമ തഹ്ലിയും, ഒരു വനിതാ MLA മുസ്ലിം ലീഗിന്റെ ആ ചരിത്ര നിയോഗമുണ്ട്. അത് വന്ന് ആ സന്തോഷം ഇവരെയൊക്കെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ആദിത്യ സുനിലിനൊപ്പം ഇംതിയാസ് ഗിരി, ഏഷ്യാനെറ്റ് ന്യൂസ്, മലപ്പുറം.